നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്റെ ഒരു ശാന്തി മുഹൂർത്തം. അർച്ചനയുടെ കൂടെ കൂടി എന്നെ എതിർക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്റെ ലൈഫിൽ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് മാത്രമേ നടക്കൂ. ഇനി എന്നെ വെല്ലുവിളിച്ച് അർച്ചനയെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഒന്ന് നിന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ വെല്ലുവിളിച്ച് വലിയ പ്ലാനിംഗ് ഒക്കെ നടത്താൻ നോക്കിയതല്ലേ? വലിയ ജോത്സനെയൊക്കെ കൊണ്ടുവന്ന് മുഹൂർത്തമൊക്കെ കുറിച്ച്. എന്നിട്ടിപ്പോ എന്തായി? ആട് കിടന്നിടത്തെ ഇപ്പൊ പൂട പോലും ഇല്ല. അല്ല, നീ അറിഞ്ഞില്ലേ? അവനവന്റെ പാട്ടിന് പോയി. എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഓരോന്നിനും ഓരോ വിധിയുണ്ട്. നമ്മൾ ചെയ്യാനുള്ള ജോലി 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. അതിന്റെ ഫലം തരേണ്ടത് ദൈവം. അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ യോഗം ഉണ്ടെങ്കിൽ ഇന്നത് നടന്നിരിക്കും. നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിമോളെ. ഇന്നൊരു മുഹൂർത്തവും നടക്കില്ല. അതിനുള്ള യോഗ അവൾക്കില്ല. എന്നെ തോൽപ്പിച്ചതിന്റെ സന്തോഷമാണ് നിങ്ങളുടെ മുഖത്ത്, അല്ലേ? അതെ, അവന്തികയ്ക്ക് നിന്റെ മേലുള്ള ജയം തന്നെയാണ്. നാളെ നേരം പുലരാതെ അവൻ ഇവിടേക്ക് തിരിച്ചു വരില്ല. അവൾ ഇവിടെ കാത്തിരുന്ന അവസാനം ബോധം കെട്ട് ഉറങ്ങിക്കോളും. അവനെ എവിടെ ഇട്ട് പൂട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാനാണ് ഈശ്വരന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ അതിലെനിക്കൊരു തോൽവിയില്ല. തോറ്റു തുന്നം പാടി നിൽക്കുമ്പോഴും നിന്റെ ആ ഒരു ആത്മവിശ്വാസത്തിന് ഒരു കുറവില്ലല്ലോ അർച്ചന. എന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പൊ ശരി, നീ ചെല്ല്. ഇന്നത്തെ രാത്രി ഞാൻ സമാധാനമായിട്ട് ഉറങ്ങും. ഗുഡ് നൈറ്റ്. ഹലോ ധനുഷ്, എന്ത് പണിയായി കാണിച്ചത്? സ്നേഹം നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക. എനിക്കിപ്പോ തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ അർജന്റായ ഒരു സ്ഥലം വരെ പോവാ. നീ ഉടൻ തന്നെ തിരിച്ചു വരണം. ഇത് അവന്തികയുടെ പ്ലാനാണ്. അതിന് നീ നിന്നു കൊടുക്കരുത്. അവന്തിക എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ പോകുന്നത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാ. എന്തായാലും ഈ രാത്രി എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹം ഒരിക്കലും വിഷമിപ്പിക്കില്ലെന്നും അവളെ ചതിക്കില്ലെന്നും എനിക്ക് സത്യം ചെയ്തത് നീ മറന്നുപോയോ? ആ വാക്കാ നീ ഇപ്പൊ തെറ്റിക്കുന്നെ. എനിക്കറിയാം, പക്ഷെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഈ യാത്ര എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ വിളിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.